ഹലോ ഫ്രണ്ട്സ്, മിസ്റ്റർ ഡോട്ടിൻ്റെ PSC ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രിലിംസ് തേർഡ് സ്റ്റേജ് ആയിരുന്നു നടന്നത്. അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ തേർഡ് സ്റ്റേജിൽ നടന്നതെന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറായിട്ട് ഡിസ്കസ് ചെയ്യാം. അയ്യങ്കാളി ജനിച്ചത് എവിടെയെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അയ്യങ്കാളി ജനിച്ചത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലാണ് അയ്യങ്കാളി ജനിച്ചത്. അപ്പോൾ അയ്യങ്കാളി ജനിച്ച മാസം വിത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ചോദിച്ചിരിക്കുന്നത് 1863 ഓഗസ്റ്റ് 28 അയ്യങ്കാളി ജനിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, EV രാമസ്വാമി നായ്ക്കർ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വൈക്കം ഹീറോ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് EV രാമസ്വാമി നായ്ക്കർ. അപ്പോൾ EV രാമസ്വാമി നായ്ക്കറുടെ സ്മാരകം വൈക്കത്ത് തന്നെയായിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര് എന്നാണ്? VT പട്ടതിരിപ്പാട്, ഏലിയാസ് ചവറ, വൈകുണ്ഠസ്വാമി, മഹാദേവ് ഗോവിന്ദ റാനഡെ. ബാക്കിയെല്ലാം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. മഹാദേവ് ഗോവിന്ദ റാനഡെ ഇന്ത്യൻ നവോത്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ മഹാദേവ് ഗോവിന്ദ റാനഡെ. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, VP മേനോൻ. പിന്നെ കുറച്ച് സ്റ്റേറ്റ്സ്മെൻറ്റ്സ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആരാണ് എന്നതാണ്. എൻ്റെ ജീവിതകഥ എഴുതിയത് AK ഗോപാലനാണ്. അറിഞ്ഞാൽ തന്നെ എഴുതാം. ഇല്ലാതെ പറഞ്ഞാൽ 1927 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായ വ്യക്തി AK ഗോപാലൻ തന്നെയുള്ളൂ. അതിൽ ഗാന്ധിയും അരാജകത്വവും എഴുതിയത് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് ചേറ്റു ശങ്കരൻ നായർ. അടുത്ത ക്വസ്റ്റ്യൻ, ഫത്ഹൽ മുബീൻ എന്ന അറബി കവിതയെ പറ്റി താഴെ പറയുന്നവയിൽ ശരിയായത് ഏത്? ഫത്തുൽ മുബീൻ എഴുതിയത് ഗാസി മുഹമ്മദ് ആണെന്ന് അറിഞ്ഞാൽ ആൻസർ കീഴിൽ എത്താൻ പറ്റില്ല. രണ്ടാമത്തെ ഓപ്ഷൻ കൂടെ അറിയണം. സാമുദ്രി രാജാവിനെ പ്രകീർത്തിക്കുന്ന പരാമർശമുണ്ട്. അതും കൂടെ അറിഞ്ഞാൽ മാത്രമേ നമ്മൾക്ക് ആൻസർ കീഴിലേക്ക് എത്താൻ പറ്റുള്ളൂ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്ന സ്ഥലം എവിടെയെന്നാണ്? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും, ചിലപ്പോൾ ഡൗട്ട് ഉണ്ടാവും. വടകരയിലാണ് ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത്. അടുത്ത് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ്. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് പ്രീവിയസ് ആയിട്ട് ചോദിച്ച് അവൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തൊരു ക്വസ്റ്റ്യനാണ്, ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ അവൻ്റെ ഓർമ്മയിലാണ് ഞാൻ എഴുതുന്നത്. അയ്യത്താൻ ഗോപാലനാണ് ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ബാരിസ്റ്റർ GP പിള്ള ഈസ് ഓൾവേസ് മലയാളി മെമ്മോറിയൽ. അടുത്ത ക്വസ്റ്റ്യൻ, കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്തതാര്? ഓപ്ഷനിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഓപ്ഷൻ എന്നിട്ടുള്ളത് പനമ്പള്ളി ഗോവിന്ദമേനോൻ, ഇക്കണ്ട വാര്യർ, ഷൺമുഖൻ ചെട്ടി, S നീലകണ്ഠ അയ്യർ. കൊച്ചി രാജ പ്രജാമണ്ഡലത്തിൻ്റെ നേതാക്കളിൽ പെടാത്ത RK ഷൺമുഖൻ ചെട്ടി. അടുത്ത്, കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകളിൽ മദരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തിരുന്നു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നവയിൽ ഏത്? അഗസ്തേശ്വരം ആൻഡ് ഹോസ്തൂർ എന്നൊക്കെയാണ് വിട്ടുകൊടുത്തത്. അപ്പോൾ ഹോസ്തൂർക്ക് ഓപ്ഷനിൽ, അഗസ്തേശ്വരം ഓപ്ഷനിലുണ്ട്. അപ്പോൾ അത് പ്രകാരം പോകാം. വിറ്റാമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന രോഗം? നിശാന്തത. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത്? പ്രമേഹം, ഫാറ്റി ലിവർ, ഹീമോഫീലിയ, പക്ഷാഘാതം. ഹീമോഫീലിയാണ്. നിശബ്ദ വസന്തം അല്ലെങ്കിൽ സൈലന്റ് സ്പ്രിംഗ് എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ റേച്ചൽ കാസനാണ് എഴുതിയത്. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏത്? പെരിയാർ. ഓപ്ഷൻ തന്നെ, പെരിയാർ വന്യജീവി സങ്കേതം. നമ്മൾ അങ്ങനെയല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷനിൽ തന്നെ എഴുതാം. മനുഷ്യരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം? ഇനാമലാണ് പല്ലിലെ. അടുത്തത്, ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണം? എയ്ഡ്സ് ബാധിക്കുന്നത് ലിംഫോസൈറ്റിനെയാണ്. പഠിച്ചവർക്ക് കിട്ടുന്നതാണ്. അടുത്ത, യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ? കരളിൽ വെച്ചിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിൻ്റെ ഇനം ഏതെന്നാണ്? പ്രിയങ്ക. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ വർക്കൗട്ട് ചെയ്ത ഒരാൾക്ക് കിട്ടുന്നത് തന്നെയാണ്. അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ച വർഷം 2023. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണെന്നാണ് ചോദിച്ചത്. കാരുണ്യ പ്രകാരം 5 ലക്ഷം രൂപ കേട്ടോ. അടുത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അത് എന്താണ്? ഭൂഗുരുത്വാകർഷണ ബലവും എന്താണ് ഒരു പ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ഫസ്റ്റത്തെ ഓപ്ഷൻ, ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ ഭൂഗുരുത്വാകർഷണ ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. തെറ്റാണ്. ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറഞ്ഞാൽ എന്താണ്? ഐസക് ന്യൂട്ടൻ കണ്ടുപിടിച്ചാണ്. ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ വീണപ്പോഴാണ് അതിൽ ഗുരുത്വാകർഷണ ബലം കണ്ടുപിടിച്ചത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ അതാണ്, തെങ്ങിൽ നിന്ന് താഴേക്ക് വീഴുമ്പോൾ ഭൂഗുരുത്വാകർഷണം ചെയ്ത പ്രവൃത്തി. അതെത്താം. ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണെന്ന് മനസ്സിലായല്ലോ. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം പ്രയോഗിക്കുന്ന ബലം കല്ലിൽ ചെയ്യുന്ന പ്രവൃത്തി. ഒരു കല്ല് മുകളിലേക്ക് എറിയുമ്പോൾ നാം ചെയ്യുന്ന ബലം കല്ലിൽ പ്രയോഗിക്കുന്ന പ്രവൃത്തി, അതൊരു പ്രവൃത്തിയാണല്ലോ. അപ്പോൾ ഓപ്ഷൻ 2, 3 എത്തുന്നതായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ Fനും Pക്കും ഇടയിൽ വെച്ചിരിക്കുന്ന വസ്തു രൂപീകരിക്കുന്ന പ്രതിബിംബത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കും? കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ വസ്തുവിനേക്കാൾ വലുതായിരിക്കും. പിന്നെ മിത്തിയും നിവർന്നതുമാണ് കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത്. പിന്നെ മനുഷ്യരുടെ ശ്രവണ പരിധി 20 ഹെർട്സ് മുതൽ 20,000 ഹെർട്സ് വരെ. അടുത്ത, ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഫാരൻഹീറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ കെൽവിൻ സ്കെയിൽ എത്രയാണെന്നാണ്. കെൽവിൻ സ്കെയിലിൽ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. 273 ഡിഗ്രീൻ്റെ കൂടെ ഫാരൻഹീറ്റ് കൂട്ടിയാൽ മതി.
അപ്പോൾ ഏകദേശം ആ ക്വസ്റ്റ്യൻ പ്രകാരം വരുന്നത് 310 വരാനാണ് ചാൻസ്. 273 കൂടെ ടോട്ടൽ 371 വരുന്നുണ്ട്. പക്ഷേ ഫാരൻഹീറ്റ് തെർമോമീറ്റർ പ്രകാരം 98 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയിൽ കെൽവിൻ സ്കെയിൽ പ്രകാരം എത്രയാണെന്ന് ചോദിച്ചത്. 310 വരാനാണ് ചാൻസ്. അത് ക്വസ്റ്റ്യൻ ഒന്ന് ഡൗട്ടാണ്. അടുത്ത ചലനവുമായി ബന്ധപ്പെട്ട ശരിയായ സമവാക്യം U² = V² - 2S. ഓപ്ഷൻ ബി ആണ്. ഒരു പെട്രോൾ കാറിൽ നടക്കുന്ന പ്രധാന ഊർജ്ജ പ്രതിവർത്തനം. പെട്രോൾ കാറിൽ എന്നറിയപ്പെടുന്നത് എന്താണ്? രാസോർജ്ജം പോയിട്ട് ഗതികോർജ്ജമാവുന്നു എന്നതാണ് ശരി. അടുത്ത സൂര്യഗ്രഹണത്തിന് കാരണം. സൂര്യഗ്രഹണം EMS നമ്പൂതിരിപ്പാട്, ചന്ദ്രഗ്രഹണം MES. കോഡ് ഓർത്താൽ മതി. സൂര്യഗ്രഹണം EMS, ചന്ദ്രഗ്രഹണം MES. അപ്പോൾ ഭൂമിക്കും സൂര്യനും ഇടയിൽ ചന്ദ്രൻ വരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഹൈഡ്രജൻ്റെ ഗുണങ്ങളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവന. ഹൈഡ്രജന് നിറമോ മണമോ ഇല്ല, എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യനാണ്. H2O എന്നായതുകൊണ്ട് തന്നെ ഹൈഡ്രജൻ ദ്വിയാറ്റോത്മിക തന്മാത്രകളായിട്ടാണ് കാണപ്പെടുന്നത്. ഹൈഡ്രജൻ ജലത്തിൽ ലയിക്കുന്നു പറയുന്നത് തെറ്റാണ്. അപ്പോൾ 1, 3 ശരി. അടുത്ത ഐസോടോപ്പ് എന്താണ്? സെയിം നമ്പർ ഓഫ് അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് നമ്പർ ഓഫ് മാസ് നമ്പറും. അപ്പോൾ ഓപ്ഷൻ ബി. 8 അറിയുന്ന എല്ലാവർക്കും 8 എന്നറിയപ്പെടുന്ന ഓക്സിജൻ്റെ ആണെന്ന് അറിയാലോ. പിന്നെ 92 യുറേനിയം, 82 ലെഡ് അല്ലേ, 82 ലെഡ്. അപ്പോൾ ഓക്സിജൻ 8. പിന്നെ മാത്സ് ആണ്. മാത്സ് നമുക്ക് ചെയ്തിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ചെയ്തിട്ട് കാണിക്കാവുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മാത്സ് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞ വ്യക്തി. കോത്താരി കമ്മീഷൻ. മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത് ഡിസംബർ 10. ഫ്രാൻസ് തുമ്മിയാൽ യൂറോപ്പിനാകെ ജലദോഷം പിടിക്കും എന്ന് പറഞ്ഞത് മെറ്റഡി. അടുത്ത കടത്തനാടൻ സിംഹം എന്നറിയപ്പെടുന്നതാണ്. ഓപ്ഷൻ പ്രകാരം വാഗ്പടാനന്ദൻ, കൂറോളി ചോകൻ, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി. ഓപ്ഷൻ പ്രകാരം കൂറോളി ചോകൻ വരാനാ ചാൻസ്. നോക്കാം നമുക്ക്. അടുത്ത രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ കോടതി കേരളത്തിലെ ഏത് ജില്ലയിലാണ്? 24/7 24/7 കൊല്ലത്ത്. അടുത്ത ഗ്രീനിച്ച് സമയം 2 മണിയാകുമ്പോൾ ഇന്ത്യയിലെ സമയം എത്ര? ഗ്രീനിച്ച് സമയത്ത് വെച്ച് 5.5 ഡിഗ്രി മുന്നിലാണ് ഇന്ത്യൻ സമയം. ദാറ്റ് ഈസ് 7:30 PM. താഴെ പറയുന്നതിൽ ധനനയവുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിൽ കൂടിയാണ്. പൊതുകടം, പൊതുചെലവ്, പൊതുവരുമാനം എന്നിവയെ സംബന്ധിച്ച സർക്കാർ നയം. ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക. ഇതെല്ലാം വരുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭേദഗതി അനുസരിച്ചാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത്? 1989 61 ഭേദഗതി. അതും കിട്ടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഏത് താലൂക്കിലാണ്? നെയ്യാറ്റിൻകര താലൂക്കിൽ. മൺസൂൺ മഴയും ഇടിവെട്ട് വേനൽക്കാലവും മാറി മാറി വരുന്ന കേരളത്തിലെ കാലാവസ്ഥ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളം. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല ജംഷഡ്ജി ടാറ്റ. 1907 തോന്നുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം. പഴക്കം ചെന്നത് ഉപദ്വീപീയ പീഠഭൂമി. അടുത്ത് കേരളത്തിലുള്ള ദേശീയപാത NW3. ഇന്ത്യയുടെ ദാനപ്രിയ എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമതലം. ഭൂപ്രതലത്തിൽ നിന്നും എടുക്കുന്ന ഭൗമോപരിതലത്തിൻ്റെ ചിത്രങ്ങൾ ഭൂതല ഛായാഗ്രഹണം. ഓപ്ഷൻ എ. ഇന്ത്യയുടെ തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഡൗട്ടുണ്ട്, ഇന്ദിര പോയിന്റ് അല്ലെങ്കിൽ കന്യാകുമാരി. തെക്കേ അറ്റം എന്നറിയപ്പെടുന്നത് ഇന്ദിര പോയിന്റ് ആണ്. പക്ഷേ ഇന്ത്യ സ്ഥലം എന്ന് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കന്യാകുമാരിയാണോ ഇന്ദിര പോയിന്റ് ആണോ ഡൗട്ടുണ്ട്. ഇന്ദിര പോയിന്റ് കൊടുക്കണമെന്നല്ല. അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം. SCRT പ്രകാരം പശ്ചിമ അസ്വസ്ഥതയാണ്. പക്ഷേ നമുക്ക് റാങ്ക് ഫയൽ പ്രകാരം അക്ഷാംശീയ സ്ഥാനം വരും. അപ്പോൾ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. അടുത്തത് നമുക്ക് ഇപ്പോൾ ഒരു ആൻസർ പറയുകയാണെന്ന് പറഞ്ഞാൽ പശ്ചിമ അസ്വസ്ഥത. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം പശ്ചിമ അസ്വസ്ഥത എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ടത് താരതമ്യേന വീതി കുറവ്. ശരിയാണ്. ബംഗാൾ ഉൾക്കടലിലല്ല, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു. അതും ശരിയാണ്. 1, 3 ശരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി കാഞ്ചൻഗംഗ ആണെന്ന് വിചാരിക്കുന്നു. കാഞ്ചൻജംഗ അത് തന്നെ വരുന്നു. അടുത്ത അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ്. കല്ലുമല സമരത്തിന് നേതൃത്വം നൽകി പിന്നോക്ക ജാതിക്കാർക്ക് സ്കൂൾ വിദ്യാഭ്യാസം നൽകണമെന്ന് അറിയിച്ചു. 1, 3 ശരിയാണ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചത്. തെക്കേതിൽ കണ്ണാടി പ്രതിഷ്ഠ, അതാണ് ബന്ധമില്ലാത്തത്. 2 മാത്രം. തിരുക്കൊച്ചി സംസ്ഥാന രൂപീകൃതമായത് 1949 ജൂലൈ 1. 1917 ഗാന്ധിജി പങ്കെടുത്ത നീലം കർഷകരുടെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്ത ക്വസ്റ്റ്യൻ ബനാറസ് സംസ്കൃത കോളേജിൻ്റെ സ്ഥാപകൻ ജോനാഥൻ ഡങ്കൻ. അടുത്തത് താഴെ പറയുന്നതിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടിയുമായി ബന്ധമില്ലാത്തത് ഏത്? പ്രവിശ്യകളുടെ രൂപീകരണം അവസാനിപ്പിക്കും ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ടാണ്. അത് മാത്രമാണ് വരാത്തത്. 2 മാത്രം ബാക്കി വരുന്നത്. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ആത്മവിദ്യാ സംഘം രൂപീകരിച്ച വാഗ്പടാനന്ദൻ.
എഴുത്തച്ഛൻ പുരസ്കാരം 2024 കിട്ടിയത് NS മാധവൻ. അടുത്തത് സാമൂഹിക പരിഷ്കരണ പദ്ധതി യോഗശ്രീ, കറണ്ട് അഫെയർ. യോഗശ്രീ അടുത്തിടെ നടപ്പിലാക്കിയ സംസ്ഥാനം. ആൻസർ വെസ്റ്റ് ബംഗാൾ. അടുത്ത ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഓപ്ഷൻ ബി. 2024 അടുത്ത ക്വസ്റ്റ്യൻ, സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിച്ചത് സെക്കൻഡ് സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഫസ്റ്റ് സ്റ്റേജിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ഹാൻകാങ്. ഓപ്ഷൻ സി. അടുത്തത് താഴെ പറഞ്ഞവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യനാണ്. എന്ത്? സ്വത്തവകാശം ഉണ്ടാവുമല്ലോ, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം. അതെ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്നത് USSR. അടുത്തത് ഇന്ത്യയുടെ ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ടത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. 52 സെക്കൻഡാണ് ദേശീയ ഗാനം പാടാനെടുക്കുന്നത്. 1911 കൽക്കത്ത സെക്ഷൻ ശരിയാണ്, പക്ഷേ ആലപിച്ചത് സരളാദേവിയാണ്, അതും തെറ്റാണ്. നോബൽ സമ്മാന നേതാവായ ബങ്കിം ചന്ദ്ര ചാറ്റർജി, തെറ്റാണ്. മൂന്നും ഇവയെല്ലാം തെറ്റാണ്. 86 ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതി. അടുത്ത മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 1993 അനുസരിച്ച് നിലവിൽ വന്നു. 3 വർഷം 70 വയസ്സാണ്, അപ്പോൾ 2 തെറ്റാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ശരിയായ പ്രസ്താവന എന്നറിയപ്പെടുന്നത് 1ഉം 3ഉം മാത്രമാണ്. അടുത്ത മാച്ച് ദ ഫോളോവിങ് ആണ്. അത് ഓപ്ഷൻ എ ആയിട്ട് വരും. ഓപ്ഷൻ എ. കാരണം തൊട്ടുകൂടായ്മ നിർത്തലാക്കിയത് ആർട്ടിക്കിൾ 17, ജീവൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ സംരക്ഷണം ആർട്ടിക്കിൾ 21, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A, ഭരണഘടന ഹൃദയമാത്മാവും ആർട്ടിക്കിൾ 32. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് നിയോഗിക്കപ്പെട്ട സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അധ്യക്ഷൻ ഫസൽ അലി. പൊതുസ്വഭാവമുള്ള കാര്യനിർവഹണത്തിൽ ഏർപ്പെടുത്താൻ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് നമ്മൾ പുറപ്പെടുവിക്കുന്ന റിട്ട് നാം കൽപ്പിക്കുന്നു മാൻഡമാസ്. ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി. 8ാം പട്ടിക അനുസരിച്ച് 22 ഭാഷ. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകളുടെ എണ്ണം. ലോകസഭ 20, രാജ്യസഭ 9. കേരളത്തിലെ സംസ്ഥാന വൈദ്യുതി വകുപ്പ് മന്ത്രി കൃഷ്ണൻകുട്ടി. കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം കബനി, ഭവാനി, പാമ്പ 3. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലട, സൈലന്റ് വാലി, പാലക്കാട്. കേരള സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി ആരാണ്? അബ്ദുൾ റഹ്മാൻ. ചട്ടമ്പി സ്വാമികൾ ജനിച്ച കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. അപ്പോൾ അത്രയേ ഉള്ളൂ. കുഴപ്പമില്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. എന്തായാലും എല്ലാവർക്കും നന്നായി എഴുതാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. 80 അബോവ് സ്കോർ ചെയ്യാൻ പറ്റും തോന്നുന്നു. മാക്സിമം സിമ്പിൾ തന്നെയാണ്. അത് ഞാൻ ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ന് എഴുതിയ എക്സാം എല്ലാവർക്കും എങ്ങനെയുണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.